ചിത്രങ്ങളിലേക്ക് ഒന്ന് നോക്കിക്കേ. ഒരു നഖം വെട്ടി, ഒരു ബോട്ടിൽ ഓപ്പണർ. ഇതൊക്കെ നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്, അല്ലേ? പക്ഷെ സത്യത്തിൽ ഇവ ഓരോന്നും ഓരോ ലഘുയന്ത്രമാണ്. നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു ബലത്തെ വലിയൊരു ശക്തിയാക്കി മാറ്റുന്ന കുഞ്ഞൻ മാന്ത്രികർ. അതുപോലെ തന്നെയാണ് ഒരു സ്പൂൺ ഉപയോഗിച്ച് ടിന്നിന്റെ അടപ്പ് തുറക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാറക്കോൽ, നമ്മളതിനെ കമ്പിപ്പാര എന്നൊക്കെ പറയും, അതുവെച്ച് ഭാരമുള്ള എന്തെങ്കിലും നീക്കുന്നത്. ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നമ്മൾ കൊടുക്കുന്ന ബലത്തെ വർദ്ധിപ്പിക്കുക. അതായത് കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ ഫലമുണ്ടാക്കുക. അപ്പോൾ എന്താണ് ഈ ലഘുയന്ത്രങ്ങൾ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ പണി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് ഇവ. ഒന്നുകിൽ അവ നമ്മുടെ ബലം കൂട്ടും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബലത്തിന്റെ ദിശ മാറ്റും. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്ന ഏതുപകരണത്തെയും നമുക്ക് ലഘുയന്ത്രമെന്ന് വിളിക്കാം. പക്ഷേ ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഇവ നമ്മുടെ ബലത്തെ കൂട്ടുന്നത്? എന്താണിതിന്റെ പിന്നിലെ ശാസ്ത്രം? ആ രഹസ്യത്തിന്റെ പേരാണ് യാന്ത്രിക ലാഭം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ യാന്ത്രിക ലാഭം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം 2 വാക്കുകൾ പഠിക്കണം. സിമ്പിളാണ്: യത്നം, പിന്നെ രോധം. യത്നം, അതായത് എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്, നമ്മുടെ പണി. രോധം അല്ലെങ്കിൽ ലോഡ് എന്ന് പറഞ്ഞാലോ, ആ യന്ത്രം ഏത് ഫോഴ്സിനെയാണോ മറികടക്കുന്നത്, അതാണ് രോധം. ഉദാഹരണത്തിന്, നമ്മളൊരു ഭിത്തിയിൽ നിന്ന് ആണി ഊരുമ്പോൾ നമ്മുടെ കൈ കൊടുക്കുന്ന ബലം യത്നം. ആണി ഭിത്തിയിൽ ഉറച്ചു നിൽക്കുന്ന ആ ഫോഴ്സില്ലേ, അതാണ് രോധം. ഈ വ്യത്യാസം നോക്കൂ, വളരെ ക്ലിയറല്ലേ? വെറും കൈകൊണ്ട് ഒരു ആണി ഊരിയെടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. നമ്മുടെ യത്നം ചിലപ്പോൾ രോധത്തേക്കാൾ കുറവായിരിക്കും. എന്നാൽ ഒരു പാറക്കോൽ ഉപയോഗിക്കുമ്പോഴോ വളരെ ഈസിയായിട്ട് ഊരിയെടുക്കാം. കാരണമെന്താ? നമ്മുടെ യത്നത്തെ ആ പാറക്കോൽ പല മടങ്ങ് വലുതാക്കുന്നു. അങ്ങനെ രോധത്തെ വളരെ എളുപ്പത്തിൽ കീഴടക്കുന്നു. ഇവിടെ നോക്കൂ, നമുക്കിത് കണക്കിൽ തന്നെ കാണാം. വെറും 100 ന്യൂട്ടൺ യത്നം, അതായത് ഫോഴ്സ്, ഉപയോഗിച്ച് 400 ന്യൂട്ടൺ ഭാരമുള്ള ഒരു രോധത്തെയാണ് ഇവിടെ ഉയർത്തുന്നത്. അതിന്റെ അർത്ഥമെന്താ? നമ്മുടെ ശക്തിയെ 4 ഇരട്ടിയാക്കി മാറ്റി. ഇത് ഫിസിക്സിലെ ഒരു മാജിക് പോലെ തന്നെയല്ലേ? ഈ എത്ര മടങ്ങ് ശക്തി കൂടി എന്ന് പറയുന്നില്ലേ, അതിനെയാണ് നമ്മൾ യാന്ത്രിക ലാഭം എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനൊരു എളുപ്പവഴിയുണ്ട്: രോധത്തെ യത്നം കൊണ്ട് ഹരിച്ചാൽ മതി. നേരത്തെ ഉദാഹരണത്തിൽ 400നെ 100 കൊണ്ട് ഹരിക്കുക. ഉത്തരമെന്ത് കിട്ടും? 4. അപ്പോ അവിടത്തെ യാന്ത്രിക ലാഭം 4ആണ്. അതായത് നമ്മുടെ ശക്തി 4 ഇരട്ടിയായി വർദ്ധിച്ചു. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും സാധാരണക്കാരനായ എന്നാൽ ഏറ്റവും ശക്തനായ ഒരു ലഘുയന്ത്രത്തെ പരിചയപ്പെടാം. ആരാണെന്നറിയുമോ? ഉത്തോലകം അഥവാ ലിവർ. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ് പറഞ്ഞ ഒരു വാചകമാണിത്: എനിക്ക് നിൽക്കാനൊരു സ്ഥലം തരൂ, ഞാൻ ഈ ഭൂമിയെ തന്നെ നീക്കിത്തരാമെന്ന്. ഇതൊരു തമാശയോ വീരവാദമോ ആയിരുന്നില്ല. ശരിയായ ഒരു ഉത്തോലകവും അതിനെ താങ്ങി നിർത്താൻ ഒരു പോയിന്റും കിട്ടിയാൽ അസാധ്യമെന്ന് തോന്നുന്ന ഭാരം പോലും ഉയർത്താൻ കഴിയുമെന്ന ശാസ്ത്ര സത്യമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഏതുത്തോലകം നമ്മൾ എടുത്താലും അതിന് പ്രധാനമായും ഈ 3 ഭാഗങ്ങളുണ്ടാവും. ധാരം അഥവാ ഫൾക്രം, അതാണ് ഉത്തോലകം തിരിയുന്ന ആ പോയിന്റ്. പിന്നെ രോധം അഥവാ ലോഡ്, അത് നമ്മൾക്ക് നീക്കേണ്ട ഭാരമാണ്. അവസാനമായി യത്നം അഥവാ എഫേർട്ട്, അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്. ഈ 3 സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഉത്തോലകത്തിന്റെ സ്വഭാവവും മാറും. അതെ, ഈ ധാരം, രോധം, യത്നം എന്നിവയുടെ സ്ഥാനങ്ങൾ മാറുന്നതനുസരിച്ച് ഉത്തോലകങ്ങളെ നമ്മൾ പ്രധാനമായും 3 ക്ലാസുകളായി തിരിച്ചിട്ടുണ്ട്. ആരാണ് നടുവിൽ വരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ചുറ്റും കാണുന്ന ഏതുപകരണവും ഏതുതരം ഉത്തോലകമാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തേത് 1-ാം വർഗ ഉത്തോലകം. ഇവിടെ നടുവിൽ വരുന്നത് ആരാണ്? ധാരം അഥവാ ഫൾക്രം. ഒരു സീസോ ആലോചിച്ചു നോക്കൂ. ഒരു വശത്തൊരാളിരിക്കുന്നു, അതാണ് രോധം. മറുവശത്ത് മറ്റേയാൾ തള്ളുന്നു, അതാണ് യത്നം. ഇത് തിരിയുന്നത് നടുക്കുള്ള പോയിന്റിലാണ്, അതാണ് ധാരം. ഒരു കത്രികയും ഇതുപോലെയാണ്. അടുത്തത് 2-ാം വർഗ ഉത്തോലകം. ഇവിടെ നടുവിൽ വരുന്നത് രോധമാണ് അഥവാ ലോഡ്. ഒരു വീൽ ബാരോ അല്ലെങ്കിൽ ആ ഉന്തുവണ്ടിയില്ലേ, അത് ഓർത്താ മതി. അതിന്റെ ചക്രം മുൻപിലായിരിക്കും, അതാണ് ധാരം. നമ്മൾ പിടിക്കുന്ന ഹാൻഡിൽ ഏറ്റവും പുറകിലും, അത് യത്നം. നമ്മൾ കൊണ്ടുപോകുന്ന ഭാരം നടുവിലായിരിക്കും, അത് രോധം. പാക്കുവട്ടിയും നാരങ്ങയ്ക്കുമെല്ലാം ഈ ക്ലാസ്സിൽ വരും. അവസാനമായി 3-ാം വർഗം. ഇവിടെ ആരാണ് നടുവിൽ വരുന്നത്? യത്നം അഥവാ എഫേർട്ട്. നമ്മുടെ സ്വന്തം കൈ തന്നെ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. കൈമുട്ട് ഒരു ധാരമായി സങ്കൽപ്പിക്കുക. കൈയിലൊരു വസ്തു പിടിക്കുമ്പോൾ അത് രോധമായി. അപ്പോൾ നമ്മുടെ മസിൽ ബലം കൊടുക്കുന്നത് എവിടെയാണ്? 2നും ഇടയിലാണ്. അപ്പോൾ നമ്മുടെ കൈ ഒരു 3-ാം വർഗ ഉത്തോലകമാണ്.
ചൂണ്ടയും ചവണയുമൊക്കെ ഇതുപോലെയാണ്. ഇതെല്ലാം കൂടി ഓർത്തുവയ്ക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഈ ടേബിളൊന്ന് നോക്കൂ. ഒന്നാം വർഗത്തിൽ നടുവിൽ ധാരം, അതായത് ഫൾക്രം F. രണ്ടാം വർഗത്തിൽ നടുവിൽ രോധം, അതായത് ലോഡ് L. മൂന്നാം വർഗത്തിൽ നടുവിൽ യത്നം, അതായത് എഫേർട്ട് E. അപ്പോൾ FLE, ഫ്ലീ എന്നോർത്തു വെച്ചാൽ മതി. 1, 2, 3 ഓർഡറിൽ. ഈ ട്രിക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും കേട്ടോ. ഉത്തോലകങ്ങൾ മാത്രമല്ല ലഘുയന്ത്രങ്ങളുടെ ലോകത്തുള്ളത്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ മറ്റ് 2 കൂട്ടുകാരെ കൂടി പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. കപ്പികളും ചക്രങ്ങളും. കപ്പികൾ തന്നെ 2 തരമുണ്ട്. ഉറപ്പിച്ച കപ്പി അഥവാ ഫിക്സ്ഡ് പുള്ളി. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് ഓർമ്മയില്ലേ? നമ്മൾ കയറ് താഴേക്കാണ് വലിക്കുന്നത്, പക്ഷേ ബക്കറ്റ് മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ബലത്തിന്റെ ദിശ മാറ്റാൻ സഹായിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കക്ഷി ചലിക്കുന്ന കപ്പി അഥവാ മൂവബിൾ പുള്ളി. അതൊരു രക്ഷകനാണ്. അത് നമ്മുടെ യത്നത്തെ നേരെ പകുതിയാക്കി കുറയ്ക്കും. അവിടെയാണ് ശരിക്കും യാന്ത്രിക ലാഭം നമുക്ക് കാണാൻ കഴിയുന്നത്. ചക്രവും അച്ചും അഥവാ വീൽ ആൻഡ് ആക്സിൽ. ഇത് നമ്മൾ ദിവസവും പലയിടത്തും കാണുന്നതാണ്. കാറിന്റെ സ്റ്റീറിംഗ് വീൽ ഒരു കിടിലൻ ഉദാഹരണമാണ്. നമ്മൾ വലിയ സ്റ്റീറിംഗ് വീലിൽ ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ അത് ചെറിയ അച്ചിലൂടെ ചക്രങ്ങളെ വളരെ എളുപ്പത്തിൽ തിരിക്കുന്നു. പഴയ കിണറുകളിലെ വെള്ളം കോരുന്ന സംവിധാനവും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ലഘുയന്ത്രങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള സൂപ്പർ ഹീറോകളെ പോലെയാണ്. അവ നമ്മുടെ അധ്വാനം വളരെ എളുപ്പമാക്കുന്നു. യാന്ത്രിക ലാഭം എന്ന സൂത്രവിദ്യ ഉപയോഗിച്ച് അവ നമ്മുടെ ബലത്തെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഉത്തോലകങ്ങളും കപ്പികളും ചക്രങ്ങളുമെല്ലാം ഈ ശാസ്ത്രത്തിന്റെ വളരെ മനോഹരമായ ഉദാഹരണങ്ങളാണെന്നും നമ്മൾ കണ്ടു. ഓക്കേ, ഇനി നിങ്ങളുടെ ഊടാണ്. ഈ വിഷയം പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങളുടെ മുറിയിലെ വാതിലിന്റെ വിജാഗിലി മുതൽ പേനയിലെ ക്ലിപ്പ് വരെ നിങ്ങൾക്ക് എത്ര ലഘുയന്ത്രങ്ങളെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓരോന്നും ഈ വലിയ ഭൗതികശാസ്ത്ര ലോകത്തിന്റെ ഒരു ഭാഗമാണെന്നോർക്കുക. അപ്പോൾ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.